Hi dear students, good morning all of you. We are studying about the sources of our past or history. We can classify these sources into two, literary sources and archaeological sources. Today we are going to discuss about the different aspects of literary sources such as manuscripts and other type of written documents. Anyway, can we move to the slide? We gather literary information about our past from different sources. But most of our literary understanding is gathered from manuscripts. Our ancestors wrote their accounts on palm leaves, barks of trees, metal plates, and cloth pieces. ഓക്കെ നമ്മൾ ലിറ്റററി സോഴ്സസിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. നമുക്കിങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത് മെയിൻലി ഇറ്റ് ഈസ് നോൺ ആസ് മാനുസ്ക്രിപ്റ്റ്സ് മീൻസ് നമ്മൾ ഹാൻഡ് റിട്ടൺ റെക്കോർഡ്സിനാണ് മാനുസ്ക്രിപ്റ്റ്സ് എന്ന് മെൻഷൻ ചെയ്യുക. പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ ആൾക്കാരൊക്കെ, അതായത് നമ്മുടെ ഏൻഷ്യൻ പീപ്പിൾ, they were wrote their experiences in some special surfaces, example palm leaves and bark of trees, metal plates, cloth pieces. See, ഇങ്ങനെയുള്ള സർഫസുകളിലൊക്കെ അവർ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ സൊസൈറ്റിയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അവർ എഴുതി വെച്ചിരുന്നു. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുക്കുകൾ, ഇങ്ങനെയുള്ള റൈറ്റിങ്സ് നമുക്കൊരു വലിയ സോഴ്സ് ആണ് ടു സ്റ്റഡി അബൌട്ട് അവർ പാസ്റ്റ്. These accounts were handwritten and are today called manuscripts. In India, manuscripts are the largest source of information about the past. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. ഒരുപക്ഷെ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ മാനുസ്ക്രിപ്റ്റ്സ് കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു സെൻറ്റർ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയാണ്. In fact, in India, we own over 5 million copies of manuscripts, the largest manuscripts collection in the world. Our manuscripts are written in different languages such as Devanagari, Granth, Nandinagari, Marathi, Telugu and Sanskrit. ഓക്കെ, അന്നത്തെ ടൈമിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സ് റിട്ടൺ ചെയ്യുന്നതിന് വേണ്ടി, എഴുതുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജസ് ആണ് ഈ പറയുന്നവയെല്ലാം. അന്നത്തെ ഏൻഷ്യൻ പീപ്പിൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ലാംഗ്വേജുകൾ ഇവയാണ്. അതുകൊണ്ട് ഇവർ ഈ ലാംഗ്വേജുകളിൽ തന്നെയാണ് ഇങ്ങനെയുള്ള മാനുസ്ക്രിപ്റ്റ്സ് എല്ലാം എഴുതിയിരുന്നത്. These manuscripts contain a variety of information about our religions, societies, cultures, languages, philosophies, arts, literatures, and architecture of various periods. The literary information gathered from different sources is divided into 3 categories: religious sources, secular sources, and accounts of foreign travelers. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലിറ്റററി സോഴ്സസിനെ, അതായത് ഇങ്ങനെ റിട്ടൺ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സോഴ്സസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, റിലീജിയസ് സോഴ്സസ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് റിലേറ്റഡ് ടു റിലീജിയൻസ്. ആൻഡ് the second one, secular sources, that means it's not related to religion. And the third one, accounts of foreign travelers. നമുക്കറിയാം, ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നിട്ടുള്ള, നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ അവർ പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്തിട്ടുണ്ട്, പല ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് ഓഫ് ഫോറിൻ ട്രാവലേഴ്സ്. ഇങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് നമ്മുടെ ലിറ്റററി സോഴ്സസിനെ ക്ലാസിഫൈ ചെയ്യാം. Let us learn about the literary sources in brief, starting with religious texts. The oldest religious texts in India are the Vedas, which consist of 4 books, namely Rigved, Samved, Yajurved, Atharved. See, ഇങ്ങനെ ആദ്യമായിട്ട് ഓൾഡസ്റ്റ് റിലീജിയസ് ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത്, റിലീജിയസ് ടെക്സ്റ്റ് ആയിട്ട് അറിയപ്പെടുന്നത് വേദാസ് ആണ്. നമുക്കറിയാം 4 വേദാസ് ആണ് ഉള്ളത്: ഋഗ്വേദ്, സാമവേദ്, യജുർവേദ് ആൻഡ് അഥർവേദ്. ഇതിലെ ഫസ്റ്റ് വേദയായിട്ട് അറിയപ്പെടുന്നത് ഋഗ്വേദാണ്. ഋഗ്വേദാണ് ശരിക്കും വേദാസിന്റെ ബേസ് എന്ന് പറയുക. ഋഗ്വേദിന് ശേഷമാണ്, ഇതിനെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള ഓരോ വേദാസും റിട്ടൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. The Vedas are a collection of religious and philosophical hymns and poems and deal with the lives and cultural norms of the Aryans. Okay,
വേദാസ് എന്ന് പറയുന്നത് തന്നെ ചില ഹിംസിൻ്റെ ഫോമിലാണ്, അതായത് ചില പോയങ്ങൾ പോലെ ഇങ്ങനെ ചൊല്ലുന്ന രീതിയിലുള്ള രൂപത്തിലാണ് വേദാസ് കമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പലപ്പോഴും കമ്പോസ് ചെയ്ത ആര്യൻസിനെ പറ്റിയുള്ള ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നതാണ്. ആര്യൻസ് നമുക്കറിയാം, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയതാണ് ആര്യൻസ് എന്നറിയാം. അവരെ പറ്റിയുള്ള ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമുക്ക് ഈ വേദാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Ramayana and Mahabharata are other ancient religious texts. They are more commonly known as epic stories. They provide information on the social and political lives of the Aryans during the epic age, between 1000 BC and 600 BC. Similarly, the Purans provide the masses the essence of the Vedas. These texts also teach the masses devotion towards gods and gives information on the rituals, myths, stories and legends related to great historical events. ഓക്കെ, രാമായണ മഹാഭാരത പോലെയുള്ള എപ്പിക് സ്റ്റോറീസ്, അതുപോലെ തന്നെ പുരാണാസ്, ഇങ്ങനെയുള്ളവയെല്ലാം വേദാസിന് ശേഷം നമുക്ക് ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന റിലീജിയസ് ലിറ്ററേച്ചറാണ്. നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു 3 ടൈപ്പ് ഓഫ് ലിറ്റററി സോഴ്സസ് ആണുള്ളത്: റിലീജിയസ്, സെക്യുലർ ആൻഡ് അക്കൗണ്ട്സ് ഫ്രം ദ ട്രാവലേഴ്സ്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റിലീജിയസ് സോഴ്സസ്. അതിൽ വരുന്നതാണ് വേദാസ്, എപ്പിക് സ്റ്റോറീസ് ആൻഡ് ഓൾസോ പുരാണാസ്. Buddhist and Jain texts are other religious books that provide us with significant historical information. ഓക്കെ, ബുദ്ധിസ്റ്റ് അതുപോലെ തന്നെ ജെയിനിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ നമുക്കറിയാം. ഈ രണ്ട് റിലീജിയൻസിൻ്റെയും പ്രത്യേകത, ഇന്ത്യയിൽ ഉണ്ടായി വന്നിട്ടുള്ള 2 റിലീജിയൻസ് ആണ് ബുദ്ധ റിലീജിയൻ ആൻഡ് ഓൾസോ ജെയിൻ. ഈ 2 റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ഹോളി ബുക്സ്, അവിടുത്തെ ടെക്സ്റ്റുകളും ഇതേപോലെ തന്നെ ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നവയാണ്. നമുക്കത് നോക്കാം. Tripithaks and Jataks are Buddhist texts that provide useful information on social, political and economic conditions of the period. ഓക്കെ, ത്രിപിതക്സ് ആൻഡ് ജാതക്സ് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളാണ്. ഇവയും ആ ഒരു ടൈം പീരീഡിനെ പറ്റിയുള്ള ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് നമുക്ക് തരുന്നുണ്ട്. The Jain textbooks also provide important dates and events of different periods. Let us now look at secular sources. Secular sources provide non-religious information pertaining to worldly practices. Examples of secular sources are poetries, dramas, scientific inventions, political notes and literature. Arthashastra and Niti Shastra, written by Chanakya, are famous ancient secular Indian texts. ഓക്കെ, സെക്യുലർ ലിറ്ററേച്ചറിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അർത്ഥശാസ്ത്ര ആൻഡ് നീതിശാസ്ത്ര. ഇത് രണ്ടും റിട്ടേൺ ചെയ്തിരിക്കുന്നത് ചാണക്യ എന്ന് പറയുന്നത് മൗര്യൻ ഡൈനാസ്റ്റിയിലെ വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പോയറ്റ് ആൻഡ് ഓൾസോ റൈറ്റർ അദ്ദേഹമാണ്. അദ്ദേഹം ഇന്നും നമ്മുടെ പല അഡ്മിനിസ്ട്രേറ്റേഴ്സും അർത്ഥശാസ്ത്ര പോലെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്യുലർ ആയിട്ടുള്ള ബുക്കുകളും ഒത്തിരിയേറെ നമുക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. They provide the following information about the Mauryan dynasty: statecraft, economic policy, society, politics, administration, and military strategy. The Sanskrit script of Mudra Rakshas and the signet written by Vishakadatta in the 5th century AD are examples of other secular texts. Okay. ഇത് ഇതേപോലെ തന്നെ മറ്റൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മുദ്ര രാക്ഷസ്. ഇതും സെക്യുലർ ടെക്സ്റ്റ് ആണ്. ഇതും നമുക്ക് ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, Let us now look at travel accounts as a source of information. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ലിറ്റററി സോഴ്സ് ആണ് ട്രാവൽ അക്കൗണ്ട്സ്. ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ട്രാവലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തുകൊണ്ട് പല ടെക്സ്റ്റുകളായിട്ട് നോട്ട്സ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ള അക്കൗണ്ടുകൾ. ഓക്കെ, The rich Indian culture has always drawn many foreign travelers and scholars. Foreign travelers crossed seas and mountains to visit India. They were scholars, missionaries, traders or ambassadors who visited India for different purposes. Most travelers wrote accounts of their journeys
and travels, which provide interesting information about the places they visited. ഓക്കെ, ഇങ്ങനെ ഒത്തിരിയേറെ വിസിറ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരികയും അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുകയും ചെയ്തു. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. For example, Xuanzang, Chinese Buddhist pilgrim, visited India in 630 AD. ഓക്കെ, ഇന്ത്യയിലേക്ക് വന്ന ഫേമസ് ആയിട്ടുള്ള ഒരു വിസിറ്ററാണ്, ഒരു ട്രാവലറാണ് ഹുയാൻസാങ്. നമ്മൾ സാധാരണ ഹുയാൻസാങ് എന്ന് പറയും. അദ്ദേഹം ചൈനീസ് ട്രാവലറാണ്. അദ്ദേഹം ബുദ്ധിസ്റ്റ് പിൽഗ്രിംസ് വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിലെത്തുകയും ഇന്ത്യയെക്കുറിച്ചുള്ള ഒത്തിരിയേറെ എക്സ്പീരിയൻസുകൾ അദ്ദേഹത്തിന്റെ ബുക്കിൽ ഷെയർ ചെയ്യുകയും and stayed at the University of Nalanda for 12 years. Another example, Fashian visited India between 399 and 412 AD. Both these travelers visited Buddhist sites in India and described their experiences in detail. Greek and Muslim travelers also visited our country and left behind many valuable historical accounts of our society in those times. These were the major literary sources that help us in reconstructing our past. ഓക്കെ, ചൈനീസ്, ഗ്രീക്ക്, മുസ്ലിം ട്രാവലേഴ്സ് ഒക്കെ തന്നെ ഇതേപോലെ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയെ പറ്റിയുള്ള ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുകയും അത് അവരുടെ ബുക്കുകളിലും നോട്ട്സിലും ഒക്കെ ആയിട്ട് പിന്നീട് നമുക്ക് ഏൻഷ്യൻ ഇന്ത്യയെ പറ്റി പഠിക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. Dear students, let's conclude our today's topic. On the next class, we will discuss about the archaeological sources of our past. Thank you for watching this class. Thank you.